ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് BDF എന്നറിയപ്പെടുന്ന ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 2 രീതിയിൽ കട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് അല്പം വലുതായിട്ട് മുറിച്ച് കുക്കറിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയെടുക്കുന്ന രീതി. പുഴുങ്ങിയെടുത്ത് തണുത്ത് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എടുക്കുന്നത് നമ്മൾ ചെറുതായി തന്നെ ഈ സ്ട്രൈപ്പ് പോലെ കണ്ടിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിലിട്ട് പുഴുങ്ങിയെടുക്കുന്നത്. ഇത് കുറച്ചുകൂടി ഷേപ്പ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റത് കുറച്ചുകൂടി സ്ട്രെയിറ്റ് കട്ടായിട്ടാണ് തോന്നിക്കുന്നത്. ഇതിങ്ങനെ കുറച്ച് ചുരുണ്ട് കിടക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഇവിടെ ഈ റോസ്റ്റിംഗ് ജോയിൻ്റാണ് കിട്ടുന്നത്. അത് പെട്ടെന്ന് വേകുന്ന മീറ്റാണ്. അതുകൊണ്ട് ഒറ്റ വിസിൽ കേട്ടാൽ മതി. കാരണം ഹാഫ് കുക്ക് മതി നമുക്ക്, കാരണം ബാക്കി നമ്മൾ വറുത്തെടുക്കുവാണ്. അപ്പോൾ അന്നേരം ബാക്കി പകുതി വേവാകുന്നുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് എന്തെല്ലാമാണ് ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 2 വലിയ ടീസ്പൂൺ, വലിയ സ്പൂൺഫുൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺഫുൾ വറ്റൽമുളക് ചതച്ചത്, ചെറിയ ടീസ്പൂൺ ഗരം മസാല, ഹാഫ് എ ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ 3 സ്പൂൺഫുള്ളോളം കോൺഫ്ലവർ, ചെറിയ ഓരോ ടീസ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചതച്ചത്, പിന്നെ 2 സ്പൂൺഫുൾ സോയാ സോസ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ്സ് വെക്കണം. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്താൽ മീറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പം അതും കൂടി ഒന്ന് ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് മാരിനേറ്റ് ആവുന്ന നേരത്ത് നമുക്ക് ഒരു സവോള, നമ്മളൊരു ഓനിയൻ ഫ്രൈയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സവോള ഒരു 10 മിനിറ്റ് പാലിൽ ചെറുതായി അരിഞ്ഞ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. പിങ്ക് ഒനിയൻ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ വൈറ്റാണ് എടുത്തത്. ഇനി അതൊന്ന് സോക്കാവുന്ന നേരത്ത് നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ബീഫ് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തില്ല, ഇതിന് അധികം നേരം വേണ്ട, കാരണം ഇത് ഹാഫ് കുക്ക്ഡാണ്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ആവണം. നല്ല മൊരിഞ്ഞ് നല്ല കളറൊക്കെ നല്ല ഡാർക്കായി കിട്ടും. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചൊന്നിട്ട് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. ഞാനിപ്പോൾ അതിൻ്റെ കളറ് കാണിച്ചു തരാം. ഇത് നന്നായിട്ടായിട്ടുണ്ട്, നല്ല കളറിൽ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മൊത്തം മാരിനേറ്റ് ചെയ്ത ബീഫും നമുക്ക് വറുത്തെടുക്കാം. ഈ എണ്ണ കളയണ്ട, ഈ എണ്ണയിലേക്ക് ഇട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ചെറിയ കൂട്ടുണ്ട്, അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വീണ്ടും ഒരു 2 വലിയ സ്പൂൺഫുൾ, 2 or 3 എടുക്കാം കോൺഫ്ലവർ, ഒരു ചെറിയ ടീസ്പൂൺ സോയ സോസ്, ഒരു ടീസ്പൂൺ ഇത് നമ്മുടെ കാശ്മീരി ചില്ലി. പിന്നത്തെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീഫ് ക്യൂബ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ മാഗിയുടെ ക്യൂബ് ആണെങ്കിലും മതി. ഇതൊരു നല്ല ടേസ്റ്റ് ആഡ് ചെയ്യുന്നൊരു, നല്ല ഫ്ലേവർ ആഡ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. ഈ ക്യൂബും കോൺഫ്ലവറും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇത് 3ഉം കൂടെ ഇട്ട് തിരുമ്മി യോജിപ്പിക്കണം. കാരണം ഈ ക്യൂബ് അതിലേക്കൊന്ന് മിക്സ് ആകാൻ ഇച്ചിരി ടൈം എടുക്കും. പിന്നെ ഈ ക്യൂബിനകത്ത് ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്യൂബ് ചേർക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ഉപ്പിടാവുള്ളൂ, കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. ക്യൂബ് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ക്യൂബ് ചേർക്കുന്നുണ്ട്, ഒരു അല്പം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അതിങ്ങനെ തിരുമ്മി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് കഴിയുമ്പോൾ നമ്മുടെ ആ സവോള വെച്ചേക്കുന്ന ഒന്ന് പിഴിഞ്ഞിട്ട്, ഒത്തിരി നേരം പിഴിയരുത്, ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത ഈ പൗഡറിൽ നമുക്കത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ സവോള മുഴുവൻ ഇതിലേക്ക് മാറ്റാം. അതിപ്പോൾ അത് മുഴുവനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആയതിന് ശേഷം നമ്മൾ സോയാ സോസ്
ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്യും. നല്ല സോയ സോസ് ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും ഇതിന്. ബീഫിൻ്റെ ഒപ്പം തന്നെ കളറ് കിട്ടും. ഇനിയിപ്പോൾ ഇത് നമ്മൾ ആ എണ്ണയിൽ തന്നെ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ നമ്മൾ വറുത്തെടുക്കാൻ പോവാണ്. അപ്പം ഒത്തിരി ഹൈ ഫ്ലെയിമിലിടരുത്, ഇത് പെട്ടെന്ന് കത്തിപ്പോവും. അപ്പം ഒരു ലോ ടു മീഡിയം, എണ്ണയൊന്ന് ചൂടായതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിങ്ങനെ വിട്ടിട്ട് കൊടുക്കണം. നമുക്ക് കൂട്ടത്തോടെ ഇടരുത്. നമുക്കിങ്ങനെ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് മാക്സിമം വിട്ടിട്ട് കൊടുത്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ 1-2 ബാച്ചായിട്ട് അത് വറുത്തെടുക്കണം. ലാസ്റ്റ് ബാച്ച് ആകുമ്പോൾ ആ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ ചില്ലി ഓപ്ഷണലാണ്, ഇത് എരിവില്ലാത്ത ഒരു ഗ്രീൻ ചില്ലിയാണ്. അപ്പോൾ ഞാൻ അതുകൂടി 2-3 എണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടി ഒന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റാം. കേട്ടോ, ഇതിപ്പോൾ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയേക്കുവാണ്. ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു സ്റ്റാർട്ടറാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കമൻറ്റും അറിയിക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.